ധാനു സ്പീച്ച് ടിപ്സിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ 2025 ചോദിച്ചിട്ടുള്ള കേരള പീസ് നടത്തിയ എക്സാമിൻ്റെ ആൻസേഴ്സ് പഠിക്കാം. നമുക്ക് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് ആവർത്തിക്കാം. ഇനി വരാൻ പോകുന്ന LGS കമ്പനി ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ 25 ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിക്കാം ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കൂടുതലായുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി JPCയുടെ ചെയർമാൻ ആരാണ്? ജഗദാംബിക പാൽ. JPCയുടെ ചെയർമാൻ ആരാണ്? ജഗദാംബിക പാൽ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 106 ഭരണഘടനാ ഭേദഗതിയാണ്. 106 ഭരണഘടനാ ഭേദഗതിയാണ്. വനിതകൾക്ക് 33% സംവരണം വേണമെന്ന് പറയുന്ന ഭേദഗതി ഏതാണ്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. 106ാമത്തെ ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കുക. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഇവിടെ ഏതെന്നാണ് നോക്കേണ്ടത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എയും ബിയും സിയും ഡിയും ഉള്ളതിൽ എ തെറ്റാണ്. ബാക്കി നമുക്ക് പഠിക്കാം. നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. അതൊക്കെ ശരിയായ പ്രസ്താവനകൾ. നിർദ്ദേശ തത്വങ്ങൾ ശരിയായ പ്രസ്താവനകളാണ്. കൊടുത്തേക്കുക. ക്ഷേമരാഷ്ട്ര സങ്കല്പമൊക്കെ അത് നിർദ്ദേശ തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തുക വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഇതിൽ ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഹൃദയവും ആത്മാവും. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞേക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഹൃദയ ആത്മാവ് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആകുന്നു. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അടുത്തത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം ആകുന്നു? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി ആൻഡ് ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടങ്ങിയതുമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ. അതായത് മുഖ്യമന്ത്രി വരുന്നു, റവന്യൂ മീൻസ് ഭൂമിപരമായ കാര്യങ്ങൾ അല്ലേ, ദുരന്തമല്ലേ, അപ്പോൾ അത് ഭൂമിയും കൃഷിയൊക്കെ ബാധിക്കുന്നു, ആലോചിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടും. മുഖ്യമന്ത്രിയും റവന്യൂ നമ്മുടെ ഭൂമി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെയുള്ള കൃഷി കാര്യങ്ങൾ, അവിടുത്തെ ചീഫ് സെക്രട്ടറിയും ഒന്ന് ആലോചിച്ചാൽ മതി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആയി വരുന്നത്. അടുത്തത് കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഉൾപ്പെടാത്തത് മിച്ച ഭൂമി ഉടമസ്ഥാവകാശം ജന്മിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉൾപ്പെടാത്ത കാര്യം. കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇത് മൂന്നുമല്ലേ? ഏതൊക്കെയാണത്? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. കേരള കാർഷിക ബന്ധ ബില്ല് എന്താ പറയുന്നത്? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്തം അവസാനിപ്പിക്കുക. ഇത് മൂന്നും കേരള കാർഷിക ബന്ധ ബില്ലിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലേ, അതിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് മൂന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതല്ല എന്നുള്ളത് എഴുതാൻ പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ? കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിൻ്റെ ഏഴാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാലാണ്. KN ഹരിലാലാണ് 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹമാണ്. KN ഹരിലാലാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? റാവഡ A ചന്ദ്രശേഖർ അല്ലേ?
റാവുഡ എ ചന്ദ്രശേഖറാണ് ഇപ്പോഴത്തെ DGP. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപ്പൻറ്റൈൻ, ജെന്നിഫർ എഡൌട്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? 2020 കാർപ്പൻറ്റർ, ജെന്നിഫർ എന്നീ എഡൌട്ന ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ത് സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയായിരുന്നു? എന്ത് സാങ്കേതിക വിദ്യയാണ്? CRISPR-Cas9 എന്നായിരുന്നു. CRISPR-Cas9 2020 CRISPR-Cas9. നെക്സ്റ്റ്, ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്ന ഏത് നാമത്തിലാണ്? മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗ്ഗുകളെന്ന് അറിയപ്പെടുന്നു. കണ്ണുകളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ലൈസോസൈം. നെക്സ്റ്റ്, നോസിപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോസിപ്ഷൻ വേദനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോസിപ്ഷൻ വേദന. താഴെ കൊടുത്തിട്ടുള്ളവയിൽ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? യുറാസിലാണ് അല്ലേ DNA ഇല്ലാത്തത്. അപ്പോൾ DNAയിൽ നൈട്രജൻ ബേസുകളുണ്ട് അല്ലേ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പുണ്ട്, ഷുഗറുമുണ്ട്, അറിയാമല്ലോ. DNAയിൽ നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അഡിനിനും തൈമിനും ഇത് രണ്ടും ഒന്നിച്ചിരിക്കും, സൈറ്റോസിനും ഗ്വാനിൻ ഒന്നിച്ചിരിക്കും. അപ്പോൾ അവിടെ ഇല്ലാത്തത് യുറാസിലാണ്. എന്നാൽ യുറാസിൽ എവിടെ കാണപ്പെടുന്നുണ്ട്? RNAയിൽ അല്ലേ, RNA റൈബോ ന്യൂക്ലിക് ആസിഡ് RNAയിലുണ്ട്. ഇത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് DNA. അപ്പോൾ RNAയിൽ എന്തുണ്ട്? യുറാസിലുണ്ട്. അവിടെ ഈ അഡിനുണ്ട്, തൈമിന് പകരം ആരാണ് വരുന്നത്? യുറാസിലാണ് വരിക, സൈറ്റോസിനും ഗ്വാനിനും. ഓക്കെ അല്ലേ? ഈ തൈമിന് പകരം ഇവിടെ എന്താണ്? RNAയിൽ യുറാസിലാണ് വരിക. അപ്പോൾ രണ്ടും റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോസ് എന്ന ഷുഗർ കൊണ്ടാണ് RNAയും DNAയും നിർമ്മിച്ചേക്കുന്നത്. റൈബോസ് ഷുഗർ എന്ന് പറയുമ്പോൾ 5 കാർബണുള്ള ഷുഗറാണ് റൈബോസ് ഷുഗർ. അതിൽ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം അല്ലെങ്കിൽ നൈട്രജൻ ബേസുകളുടെ എണ്ണം തുല്യമാണെങ്കിലും ബേസുകളുടെ പേരുകൾ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ബേസുകൾ വ്യത്യസ്തമാണ്. യുറാസിൽ എന്ന് പറയുമ്പോൾ അഡിനിനും യുറാസിലും, സൈറ്റോസിനും ഗ്വാനിനും RNAയിലും, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ DNAയിലുമാണ് ഉള്ളത്. ഓക്കെ. ഇനി ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ഹൃദയ ദിനം 29 ഹൃദയ ദിനമായി ആചരിക്കുന്ന 29. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ ആണ്? ബാക്ടീരിയയിലാണ്. ഓക്സിജൻ ഒരു നേരിട്ട് ശ്വസിക്കുന്നില്ല. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഇവിടെയാണ്, ബാക്ടീരിയയിലാണ്. RBCയിലെ വർണ്ണകം ഏതാണ്? RBCയിലെ വർണ്ണകം RBC എന്ന് പറഞ്ഞാൽ എന്താണ്? RBC എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ അല്ലേ. റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ് ചുവന്ന രക്താണുക്കൾ, അല്ല അരുണ രക്താണുക്കൾ എന്ന് കൂടി പറയും. ചുവന്ന എന്ന് പറയും, അരുണ നിറം എന്ന് പറയും അല്ലേ. അപ്പോൾ അതിലെ വർണ്ണകം ഏതാണ്? അതിലുപയോഗിക്കുന്ന നിറം കൊടുക്കുന്ന വസ്തു അല്ലേ, അതെപ്പോഴും ചുവന്നാണ് ഇരിക്കുക, ചുവന്ന രക്താണുക്കൾ. അതിലെ വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിനാണ് അതിനകത്ത് വർണ്ണകം. അപ്പോൾ അതായത് RBCയിലുള്ള ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെൻറ്റ് വർണ്ണകം ഉള്ളത് കൊണ്ടാണത് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഈ RBC എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രക്തകോശങ്ങളിൽ പെടുന്നവയാണ് അല്ലേ. RBC ഉണ്ട്, വേറെ ഏതൊക്കെ രക്തകോശങ്ങളുണ്ട്? WBC ഉണ്ട്, പിന്നെ ഏതും കൂടിയുണ്ട്? പ്ലേറ്റ്ലെറ്റുകൾ. ഇംഗ്ലീഷിലായതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞല്ലോ, പ്ലേറ്റ്ലെറ്റുകൾ. എളുപ്പത്തിന് എഴുതിപ്പോയതാണ്. RBC, WBC ഇല്ല, ശ്വേതരക്താണുക്കൾ, ശ്വേതം നിറമില്ലവർക്ക്. പിന്നെ പ്ലേറ്റ്ലെറ്റുകൾ അല്ലേ, അത് പനി വരുമ്പോൾ കൂടുന്ന സാധനം പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ഇത് മൂന്നും ബ്ലഡിൽ കാണപ്പെടുന്ന, നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് അല്ലേ. ബാക്കി ഭാഗം എന്താണ്? പ്ലാസ്മ എന്നൊക്കെ പറയും അല്ലേ, പ്ലാസ്മ എന്ന് പറയും. അപ്പോൾ അതിൽ ചുവപ്പ് നിറം കൊടുക്കുന്നതാണ് ആർക്ക്? RBCക്ക് കൊടുക്കുന്ന ഹീമോഗ്ലോബിനാണ്. ഇവിടെ ഹീമോഗ്ലോബിൻ, രക്താണുക്കൾ ഹീമോഗ്ലോബിൻ ഇല്ല അല്ലേ. അതിൽ WBC ശരിക്കും ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ, രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അവർ. കുറേയധികം കോശങ്ങളുണ്ട് അവിടെ, കുറേ 3-4 ഉണ്ട് അല്ലേ. ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്, ബേസോഫിൽ ഒക്കെ കുറേ എണ്ണം ഉണ്ട്, 6 എണ്ണം. ഓക്കെ. പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. അപ്പം RBCക്ക് നിറം കൊടുക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞാൽ അല്ലേ, എണ്ണം കുറയുമ്പോൾ നോർമൽ റേറ്റ് 12 അങ്ങനെ വേണം. അപ്പോൾ എണ്ണം കുറയുമ്പോൾ എന്താണ്? അസുഖം, അനീമിക് ആവുന്നു അല്ലേ. അനീമിക്കാണ് എന്ന് പറയാം, ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ.
അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ എണ്ണം നോക്കി നമുക്ക് തീരുമാനിക്കാം. മനുഷ്യനിൽ ശ്രവണ സാധ്യമായ ഒരു ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ശ്രവണ സാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് വരെയാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ 3 ചന്ദ്രനിലിറങ്ങിയ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിവശക്തി എന്ന് അറിയപ്പെടുന്നു. ശിവശക്തി എന്ന് അറിയപ്പെടുന്നു. ശിവശക്തി എന്ന് അറിയപ്പെടുന്നു. അപാർ ഐഡിയെ ബന്ധപ്പെട്ട ശരിയായത്. അപാർ ഐഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രം, ഒരു സ്റ്റുഡൻറ്റ്, ഒരു ഐ ഡി. ഒരു രാഷ്ട്രം, ഒരു സ്റ്റുഡൻറ്റ്, ഒരു ഐ ഡി എന്നുള്ളതാണ് അപാർ ഐ ഡി എന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു രാഷ്ട്രം, ഒരു സ്റ്റുഡൻറ്റ്, ഒരു ഐ ഡി എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ്? ആൻസർ ഗോതമ്പാണ്. ഗോതമ്പ്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇതെല്ലാം, അതായത് നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഇത് 4 ശരിയാണ്. നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അല്ലേ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളതാണെന്ത്? ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം. നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം എന്നിവയെല്ലാം എന്താണ്? ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ ആകുന്നു. താഴെ തന്നിരിക്കുന്ന അവയിൽ തൃതീയ മേഖലയിൽപ്പെട്ടത് ഏതൊക്കെയാണ്? തൃതീയ മേഖലയിൽപ്പെട്ടത് ഏതൊക്കെയാണ്? ബാങ്കിങ് ആണ് തൃതീയ മേഖല. പുന്നപ്രവലാർ സമരം നടന്ന വർഷം 1946. കുട്ടികളെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ വിമുക്തി എന്നാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതായിരുന്നു? ഏത് പ്രക്ഷോഭമായിരുന്നു തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ പേരെന്താണ്? നിവർത്തന പ്രക്ഷോഭം എന്നാണ് അതിൻ്റെ പേര്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും വലിയ ലിഖിത എഴുതിയത് ഇന്ത്യയാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുടെ ബന്ധപ്പെട്ടതാണ്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞതാരാണ്? ആരാണത്? ഗാന്ധിജിയാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം അറിയാം. ആറ്റിങ്ങൽ കലാപം. കിഴക്കൻ്റെ വെനീസ് ആലപ്പുഴയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി, ഇക്കോ ടൂറിസം എന്നായി വരുന്നത് കണ്ടില്ലേ? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏതാണ്? ടൂറിസം പദ്ധതി ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നീളംകൂടി നദി പെരിയാർ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണത്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഏതായിരുന്നു? ഇന്തോനേഷ്യ. അടുത്തത് അദ്വൈത ചിന്താ പദ്ധതിയൊക്കെ അറിയാം. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം